ഇന്ന് മാർച്ച് 17 എങ്ങനെയാണ് ഗോൾഡ് മാർക്കറ്റ് മൂവ് ചെയ്യണേ നമുക്ക് നോക്കാം. 4 അവറിന്റെ ചാർട്ട് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ക്ലിയർ ആയിട്ടുള്ള ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടിയിട്ടുണ്ട്. എല്ലാ ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിന് ശേഷം ആ ഒരു ടൈം ഫ്രെയിമിൽ പുൾ ബാക്ക് ഫേസ് ഉണ്ടായിരിക്കും. അപ്പോൾ 4 അവറിന്റെ ഈ ചാർട്ട് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ കൗണ്ടർ ട്രെൻഡ്സ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതായത് 4 അവറിൽ നമുക്ക് എന്താണ് പുൾ ബാക്ക് ഫേസ് ആണ്. അപ്പോൾ പ്രൈസ് റീട്രേസ് ചെയ്ത് ഈ ഒരു പ്രീമിയം സോണിലെത്തി ഇവിടെയുള്ള ഒരു സപ്ലൈ സോണിൽ ടച്ച് ചെയ്തതിന് ശേഷം അടുത്തൊരു സെല്ലാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. കാരണം മാർക്കറ്റ് എന്താണ് ഡൗൺ ട്രെൻഡിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ 15 മിനിറ്റ്സിൽ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ക്ലിയർ ആയിട്ടുള്ള ഒരു അപ് ട്രെൻഡ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ, പിന്നെ ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, ഹയർ ഹൈ ഹയർ ലോ ഹയർ ഹൈ ഫോം ചെയ്തിട്ടാണ് പോണത്. അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ക്ലിയർ ആയിട്ടുള്ള ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടിയിട്ടുണ്ട്. പിന്നെ 15 മിനിറ്റ്സിന്റെ ഈ ഒരു സപ്ലൈ സോണിൽ പ്രൈസ് റിയാക്ട് ചെയ്ത് താഴോട്ട് വന്നിട്ടുണ്ട്. 15 മിനിറ്റ്സിൽ ഈ ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിന് ശേഷം റീട്രേസ് ചെയ്ത് ഈ 50% താഴെയുള്ള ഡിസ്കൗണ്ട് സോണിലെത്തി. ഈ ഡിസ്കൗണ്ട് സോണിലുള്ള ഈ ഒരു ഡിമാൻഡ് സോണിൽ ടച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ലോവർ ടൈം ഫ്രെയിംസിൽ നോക്കുമ്പോൾ ക്ലിയർ ആയിട്ടുള്ള ഒരു അപ് ട്രെൻഡ് കിട്ടുകയാണെങ്കിൽ നമുക്ക് അവിടെ ബൈ എടുക്കാം. കാരണം 4 അവറിന്റെ കൗണ്ടർ ട്രെൻഡ് ആയിട്ട് നമുക്ക് 15 മിനിറ്റ്സിന്റെ ട്രെൻഡ് ഫോളോ ചെയ്തിട്ട് നമുക്ക് ട്രേഡ്സ് എടുക്കാൻ പറ്റും. ഇനി ഇതല്ല, ഈ ഒരു ഡിമാൻഡ് സോൺ ഫെയിൽ ആവുകയാണെങ്കിൽ നമുക്ക് അടുത്തത് നോക്കേണ്ടത് ഈ ഒരു ഡിമാൻഡ് സോൺ ആണ്. ഈ ഒരു ഡിമാൻഡ് സോണിൽ ടച്ച് ചെയ്തതിന് ശേഷം ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ഒക്കെ നടന്നതിന് ശേഷം നമുക്ക് ലോവർ ടൈം ഫ്രെയിമിൽ ക്ലിയർ ആയിട്ട് ഒരു അപ് ട്രെൻഡ് കിട്ടുകയാണെങ്കിൽ അവിടെ ബൈ എടുക്കാം. പിന്നെ 4 അവറിലേക്ക് നോക്കുമ്പോൾ ഈ ഒരു ഏരിയയിൽ നല്ല ലിക്വിഡിറ്റി പൂൾ ഉള്ളതുകൊണ്ട് തന്നെ പ്രൈസ് അധികം മുകളിലേക്ക് പോവാതെ താഴോട്ട് വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ സ്ട്രാറ്റജി ഒക്കെ ഫോളോ ചെയ്ത് നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ അനുസരിച്ചിട്ട് നമ്മൾ ട്രേഡ്സ് എടുക്കാൻ നോക്കാം. ഈ ട്രേഡിംഗ് പ്ലാൻസ് അനുസരിച്ചിട്ട് നമ്മൾ ട്രേഡ്സ് എടുത്തിട്ടും നമുക്ക് ലോസ് ആണ് വരണതെന്ന് വെച്ചാൽ ആ ലോസിനെ ആക്സെപ്റ്റ് ചെയ്യുക. പിന്നെ നമ്മൾ റിവഞ്ച് ട്രേഡ് എടുക്കാനോ ഓവർ ട്രേഡ് എടുക്കാനോ പോകരുത്. മാർക്കറ്റ് നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു ഡയറക്ഷൻ കിട്ടുമ്പോൾ മാത്രം, നമ്മുടെ ഒരു A+ സെറ്റപ്പ് കിട്ടുമ്പോൾ മാത്രം നെക്സ്റ്റ് ട്രേഡ് എടുക്കാൻ ശ്രദ്ധിക്കാം.